നമ്മൾ ഈ തെക്കൻ മധ്യ കേരളത്തിൻ്റെയൊക്കെ സ്ഥിതി പരിശോധിച്ചു. പക്ഷെ മലബാറിലേക്ക് നമ്മൾ പോയില്ല. അനഘ തയ്യാറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അധികാരം പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിനെ ഗ്രൂപ്പ് പോര് വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണ്. കോഴിക്കോട് സംഘടിപ്പിച്ച മഹാറാലിയിൽ രമേശ് ചെന്നിത്തലയുടെ ചിത്രം മാത്രം പതിച്ച തൊപ്പികൾ വിതരണം ചെയ്തതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. രമേശ് ചെന്നിത്തലയുടെ ചിത്രം മാത്രം നൽകിയതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വവും തയ്യാറായിട്ടില്ല. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. അനഘ, നമ്മൾ ഇന്നലെ മുതൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് ഇട്ടിട്ടില്ല, പക്ഷേ അതിന് മുൻപേ ഈ ഭരണം ലഭിക്കുമോ എന്ന കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ആരായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് ചർച്ചകൾ. പോര് അടിയോടടിയാണ്. രമേശ് ചെന്നിത്തലയുടെ ഒരു വിഭാഗം, ഒപ്പം വി.ഡി. സതീശന്റെ ഒരു വിഭാഗം, അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു പോര് അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ ചിത്രം മാത്രം പതിച്ചുകൊണ്ടുള്ള തൊപ്പികൾ വിതരണം ചെയ്യുന്നു. അത്തരത്തിൽ പ്രവർത്തകർ എത്തുന്നു. എന്താണ് അവിടെയും ഗ്രൂപ്പ് പോര് തന്നെയല്ലേ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്? അതിനോടൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഗ്രൂപ്പ് പോര് പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിയാകാനുള്ള തമ്മിലടി ഇപ്പോൾ തന്നെ ശക്തമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സുധാകരനും പി.ജെ. കുര്യനും ഒക്കെ രംഗത്തെത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇനി ഈ പാർട്ടി തോറ്റു തൊപ്പിയിട്ടാൽ അതിന് കാരണമാകുന്ന തൊപ്പി ഇതായിരിക്കും. രാഖി കൃഷ്ണരാജ്, അതായത് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആര് ജയിക്കും, ആര് വീഴും, ഇതൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പ്രധാനമായും നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിനുള്ള കുപ്പായം തയ്ച്ചുകൊണ്ട് കുറെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ രമേശ് ചെന്നിത്തല അടക്കം ഇന്ന് ഒരാൾ, ഞാൻ നിർദ്ദേശിക്കുന്ന ആളെ ഈ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ തന്നെ നേതൃത്വത്തിനോട് നേരത്തെയൊക്കെ വ്യക്തമാക്കിയതാണ്. രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയതാണ്. താൻ നിർദ്ദേശിച്ച പലരെയും ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പ്രഖ്യാപിക്കുന്നതിനായിട്ട് എടുത്തിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ പല നേതാക്കളും, അതായത് തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ സ്ഥാനാർത്ഥി ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിന് ഒപ്പമുള്ളത്. അങ്ങനെ ഇതിനോടകം തന്നെ കോൺഗ്രസിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഒരു വിഭാഗമുണ്ട്, കെ.സി. വേണുഗോപാലിന്റെ ഒരു വിഭാഗമുണ്ട്, കെ. സുധാകരന്റെ ഒരു വിഭാഗമുണ്ട്, അങ്ങനെ വി.ഡി. സതീശന്റെ ഒരു വിഭാഗമുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ പല വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തിനൊക്കെ തന്നെ വി.ഡി. സതീശനാണെങ്കിലും കെ.സി. വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും തങ്ങൾക്ക് വേണം ഇത്തവണ മന്ത്രി ജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി അത് താനാകണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ അലയൊലികൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യ പടി എന്നോണമാണ് ഇന്നലെ കോഴിക്കോട് നടന്ന ഈ ബഹുജന റാലി. വിവിധയിടങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത ബഹുജന റാലിയാണ് നടന്നത്. പക്ഷേ ഈ റാലിക്കിടയിൽ വിതരണം ചെയ്ത തൊപ്പി, ആ തൊപ്പിയിൽ രമേശ് ചെന്നിത്തലയുടെ പടം മാത്രമാണ്, അല്ലെങ്കിൽ ചിത്രം മാത്രമാണ് പതിച്ചിരുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഇന്നലെ കോഴിക്കോടിന്റെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ ഫ്ലെക്സ് ബോർഡിലും രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലൊരു പരിപാടി, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിൽ ഒരു നേതാവിന്റെ മാത്രം ഫോട്ടോ വെച്ച് ഇത്തരത്തിൽ പോസ്റ്ററുകളും തൊപ്പിയും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്, അത് അത്ര തെറ്റുപറ്റി പോകുന്നത് അല്ലെങ്കിൽ ഒരു നിസാരവുമല്ല, അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. അതായത് ഒരു നേതാവിനെ മാത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായിരുന്നു ഇന്നലെ നടന്നത്. ഇത് കോഴിക്കോട് ഇങ്ങനെ നടന്നു. മറ്റിടങ്ങളിൽ ഇനി അവിടെ ഏറ്റവും സ്വാധീനമുള്ള നേതാവിനെ വെച്ചായിരിക്കും അവർ ഇത്തരത്തിലൊരു ബൂസ്റ്റിംഗ് നടക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ തന്നെ അത് വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് ചർച്ചയായിട്ടുണ്ട്. കാരണം മറ്റു നേതാക്കൾ, വി.ഡി. സതീശനുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്, അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുഴുവൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ മാത്രം വെച്ച് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ, തൊപ്പികൾ വിതരണം ചെയ്തു എന്ന ചോദ്യത്തിനൊന്നും തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ മുറുമുറുപ്പ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരം കിട്ടുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കളി, അടിപിടി നേതാക്കൾ തമ്മിൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഖി കൃഷ്ണരാജ്. കോഴിക്കോട്ട് മഹാറാലി നടക്കുകയാണ്. അപ്പോഴാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വേദിയിലിരിക്കുന്ന സമയത്താണ്, ഇത്തവണ ജയിച്ചേ തീരൂ എന്ന് ആവർത്തിച്ച് പലരും പറയുന്ന സമയത്താണ് ചെന്നിത്തലയുടെ ചിത്രം മാത്രം പതിച്ച തൊപ്പി ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയത്.
സ്വാഭാവികമായും വലിയ പ്രശ്നമാണ് ഇവിടെ. അല്ലെങ്കിൽ തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരുടെ പിണക്കമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് പോരിന്റെ ആക്കം ഒരു കൂട്ടുന്ന അതിപ്രസരം അല്ലേ? യെസ്, ഒരു വിവാദമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ അനഘ ഹർഷ്.